ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ 8th മന്തിൽ ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് എനിക്കൊരു സ്കാനിങ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഒരുപാട് വലിച്ചു നീട്ടിയ വലിയ വീഡിയോ ഒന്നുമല്ല. എൻ്റെ രാവിലെ നേരത്തോടെ പോകണമായിരുന്നു. 8:30 സ്കാനിങ്ങിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ 8:30 ആകുമ്പോഴത്തേനൊന്നും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഞാൻ ഏത് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്, വീട് എവിടെയാണെന്നൊക്കെ. എൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ വാടാനപ്പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ ലസിത സമീറിനാണ് കേട്ടോ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ 3 മാസം NT സ്കാനിൻ്റെ സമയം വരെയൊക്കെ ചേറ്റുവയിലുള്ള വേറെ ഹോസ്പിറ്റലിലാണ് കാണിച്ചിരുന്നത്. പിന്നെ 5ാം മാസത്തിലെ സ്കാനിങ് ഒക്കെ ആവണേക്കാളും മുന്നേ ഇങ്ങോട്ട് മാറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലെത്തി. ഇന്ന് സ്കാനിങ് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. സ്കാനിങ് റിപ്പോർട്ട് കൈ കിട്ടുന്നവരെ നമുക്കെപ്പോഴും ഭയങ്കര ടെൻഷനല്ലേ. അങ്ങനെ ചെന്നപാട് ഡോക്ടർക്കുള്ള ടോക്കണൊക്കെ എടുത്തിട്ട് വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. പ്രഷറും എല്ലാം നോർമലായിരുന്നു, വെയിറ്റും നോർമലൊക്കെ തന്നെ ആയിട്ട് നോർമലായിട്ട് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളൂ എന്നും പറഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൊരു പ്രശ്നമാണ്, ഭയങ്കരമായിട്ട് ഇടയ്ക്ക് നെഞ്ചിടിപ്പ് കൂടും. ഞാൻ വല്ലാണ്ടിരുന്നു വിയർക്കും, ഒരുതരം കിതപ്പും ബ്രീത്തിങ് ഇഷ്യൂസും ഒക്കെ വരും. അപ്പോൾ സ്കാൻ ചെയ്യാൻ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഭയങ്കര നെഞ്ചിടിപ്പും കിതപ്പൊക്കെ വന്നിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ പിന്നെ സ്കാനിങ് ചെയ്തു റിപ്പോർട്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോന്നിട്ടോ. എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മസാല ദോശ കഴിക്കൽ നിർബന്ധമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോന്നാലും ഞാനിവിടെ വന്നിട്ട് ഈ മസാല ദോശ എന്തായാലും കഴിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മോനൊന്നും വീട്ടിൽ നിന്ന് വരുമ്പോൾ കഴിച്ചിട്ടുണ്ടായില്ല, അവനൊന്ന് സ്കൂളിൽ നിന്ന് ലീവ് എടുപ്പിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഡോക്ടർ വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് OPയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ നേരെ ഡോക്ടറുടെ OPയിലേക്ക് പോയി. നമ്മൾ നേരത്തോടെ ടോക്കണൊക്കെ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് നല്ല തിരക്കാണ് ഉണ്ടാവാറ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ഈ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ബുക്കിംഗ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററിലോ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് കേട്ടോ എനിക്കിവിടെ അഡ്മിഷൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടറെ കണ്ടു വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്ന് കാരണം എനിക്ക് പ്രാവശ്യം ഡോക്ടറെ അടുത്തുനിന്ന് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി. ഡോക്ടർ ഇനി എന്നാണ് അടുത്ത സ്കാനിങ്ങിനും ചെക്കപ്പിനും ഒക്കെ വരേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ഡോക്ടറോട് കുറച്ച് നേരം സംസാരിച്ചിറങ്ങിയാൽ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സേഷൻ ആവും കേട്ടോ. ഈ കാണുന്നൊക്കെ അവിടുത്തെ സ്റ്റാഫാണ്, എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. നമുക്കവിടെ പോയാൽ എന്താവശ്യത്തിന് എന്ത് അസിസ്റ്റൻസിനും ഓടി വരാറുള്ള പിള്ളേരാണ് അതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഡോക്ടർ പിന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഡ്യൂ ഡേറ്റും ഓൾമോസ്റ്റ് ഏത് ടൈമിലേക്കാണ് വരണതെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തോടെ ആവുന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് സമാധാനമായിട്ട് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലഞ്ച് കഴിക്കലാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്ന് പോകുമ്പോഴൊക്കെ ലഞ്ച് കഴിക്കാറുള്ളത് തൃശ്ശൂർ കൈസ് കിച്ചടി എന്നാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല ഫുഡാണ്. മാത്രമല്ല അധികം നേരം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ കയറാറുള്ളൂ. ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണല്ലോ ഉണ്ടാവാറ്. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ്. എൻ്റെ കാലിൽ നീരൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്, ഷുഗർ നോർമലായിട്ടുണ്ട്. പിന്നെ വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും സ്കാനിങ് റിപ്പോർട്ടിൽ ഇല്ലാത്ത കാരണം ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനൊന്നും ഉണ്ടായില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം വന്നിട്ടുള്ള ഈ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത പ്രാവശ്യത്തെ ചെക്കപ്പിലും എല്ലാം നോർമലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു മിൻഡ്ലാമയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീഡിയോ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഓടിപ്പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.